ഇരിക്കുകയാണ്. അപ്പം ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 12:30 ഈ ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ ടൈഗറിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചിരുന്നു. അപ്പോൾ അതോടുകൂടി ടീമെല്ലാം വനം വകുപ്പിൻ്റെ ടീം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ടീമെല്ലാം ഇവിടെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു. ഒരു 2:30 ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് മേഖലാ CCF KS ദീപയാണ് സംസാരിച്ചത്. ഇന്നലെ രാത്രി തന്നെ 12 മണിവരെയൊക്കെ ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണത്തിൽ ഈ കടുവ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പുലർച്ചെ 6:30യോടെയാണ് കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. കടുവയ്ക്ക് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അപ്പം തന്നെ പുതിയ മുറിവുകൾ കൂടി ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കാട്ടിൽ വെച്ചുണ്ടായ സംഘട്ടനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരം മുറിവുകൾ ഉണ്ടായത് എന്നുകൂടെ പറയുന്നുണ്ട്. അനീസ് അലിയിലേക്കാണ്. അനീസ് അലി, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ വലിയ ആശ്വാസത്തിൽ തന്നെയായിരുന്നു. ഇനി ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടോ? ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളിൽ പ്രധാനമായും അറിയേണ്ടത് എന്തായിരുന്നു മരണകാരണമായത് എന്നത് തന്നെയാണ്. കടുവയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള കടുവയാണ് എന്നിപ്പോൾ വെറ്റിനറി സർജൻ അരുൺ സക്രിയ, അതുപോലെ ഇപ്പോൾ നമ്മോട് സംസാരിച്ച KS ദീപ ഡോക്ടർ, അവർ ഉത്തരമേഖല CCF ആണ്. അവർ പറയുന്നത് കടുവക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് കാരണത്താലാണ് ഇത് ചത്തിട്ടുള്ളത് എന്നത് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് മരണകാരണമായത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുക എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കുപ്പാടിയിലേക്ക് കടുവയെ എത്തിക്കുകയാണ്. അതിനുശേഷം അതിനകത്ത് കയറി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. പോസ്റ്റ്മോർട്ടം നടപടികളിൽ കൃത്യമായി കടുവയുടെ മറ്റു വിശദാംശങ്ങൾ, എന്തുകൊണ്ടത് നാട്ടിൽ ഇറങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. പോസ്റ്റ്മോർട്ടം നടപടികളിൽ പ്രധാനമായും പരിശോധിക്കുന്നത് എന്താണ് മരണകാരണമായത് എന്നതാണ്. ഏതായാലും നേരത്തെ ഒന്നും കടുവക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായി വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. വനംവകുപ്പ് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ പറയുന്നതനുസരിച്ചിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടുവക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കടുവ ചത്തിട്ടുള്ളത്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല എന്ന് അരുൺ സക്രിയ വിശദീകരിക്കുന്നുണ്ട്. ശരി, എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. നരഭോജി കടുവയെ ചത്ത നിലയിൽ കാട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അതിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്.